ചെറിയ രാജ്യങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും സ്വാധീനമുള്ള രാജ്യങ്ങൾക്കും സ്വാധീനമില്ലാത്ത രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ആഭ്യന്തരമായും എല്ലാവർക്കും അടിക്കാനുള്ള ഒരു ചെണ്ടയായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ടോ? അവരുടെ സൈനികർ മാറിയിട്ടുണ്ടോ? ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ, ഒരു ഭാഗത്ത് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ ഒരു മാസം തന്നെ ഒരു നൂറുകണക്കിന് പാക് സൈനികർ കൊല്ലപ്പെടുകയാണല്ലേ. അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ്. പാകിസ്ഥാന് ശത്രുക്കളെ ഇല്ലായിരുന്നു, ഇന്ത്യ ഒഴികെ. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവർക്കൊപ്പമായിരുന്നു. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, ഏറ്റവും ശക്തമായ ചൈന അവരോടൊപ്പമാണ് നിന്നത്. സോവിയറ്റ് റഷ്യ ചൈനയോടൊപ്പമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പരോക്ഷമായിട്ട് പാകിസ്ഥാനൊപ്പമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അത് മാറി. ഇസ്കസ്, ഇൻഡോ സോവിയറ്റ് പീസ് ട്രീറ്റി എന്ന് പറയുന്ന കരാറുണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുകയും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് വേണ്ടി വീറ്റോ പ്രയോഗിക്കുകയും ചെയ്ത രാജ്യമായിട്ട് മാറി. അതിനുശേഷം ആ സൗഹാർദ്ദത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും തളർച്ച ഒട്ടും ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ ഇപ്പോൾ കുറച്ച് പെട്രോൾ നമ്മൾ വാങ്ങിക്കുന്നതോടുകൂടി, ക്രൂഡ് ഓയിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ബന്ധം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനാണ് ശത്രുവലയം ഉണ്ടായത്. ഇറാനുമായിട്ടൊരു ചെറിയ യുദ്ധം കഴിഞ്ഞു. ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ബലൂജ് വിഭാഗങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു. പട്ടാള വണ്ടികൾ തന്നെ ആക്രമിച്ച് പട്ടാളക്കാരെ കൊല്ലാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ആയുധം വെച്ച് പട്ടാളക്കാർ ബലൂജികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ അവിടുത്തെ ജനങ്ങൾ, അവിടെ പ്രധാനമന്ത്രിയാണുള്ളത്, പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭം നടത്തുന്നു. അങ്ങനെ പലതരത്തിൽ ബഹുതലത്തിൽ ഏകമത രാഷ്ട്രമായ പാകിസ്ഥാൻ, മതാധിഷ്ഠിത രാഷ്ട്രമായ പാകിസ്ഥാൻ സമ്മർദ്ദങ്ങളെ നേരിടുകയാണ്. അപ്പോൾ ഈ മതരാഷ്ട്രവാദം എന്നുള്ളത് വേരോടെ പൊളിച്ചടക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ആദ്യം തന്നെ മതരാഷ്ട്രമായിട്ട് എന്താ ബംഗ്ലാദേശ് വേർപെട്ടു പോയത്? അപ്പം മതം ഒരു രാജ്യത്തിനെ ഒരുമിച്ച് നിർത്താൻ പര്യാപ്തമല്ല എന്നുള്ള വാദം അവിടെ ശക്തമാവുകയാണ്. അപ്പോൾ ഏകമത ലോകമെന്നുള്ള സങ്കല്പം തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു വാദമാണെന്നുള്ളതും തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏകമത രാഷ്ട്രമായിട്ട് തന്നെ ദൈവനിയമത്താൽ ഭരിക്കപ്പെടുന്നു, ഖുർആൻ അനുസരിച്ച് ഭരിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ പോർമുഖം തുറന്നിരിക്കുന്നത്. പാകിസ്ഥാനും അതെ, ഖുർആൻ്റെ പേരിലാണല്ലോ ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ട് പാകിസ്ഥാനായിട്ട് പോയത്. ഇന്നിപ്പോൾ കണ്ടോ പാകിസ്ഥാൻ്റെ അവസ്ഥ? ആ മതം അനുഷ്ഠിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുക, മതം ഒരുമിച്ച് നിർത്തുന്നുണ്ടോ? അവർ ശത്രുക്കളായിട്ട് മാറി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പട്ടാളം എന്ത് ക്രൂരമായ ഒരു ആക്രമണമാണ് അഫ്ഗാൻ അതിർത്തിയിൽ നടത്തിയത്. തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയാണെന്ന് കരുതി ഉന്നം തെറ്റി പാകിസ്ഥാനിലെ തന്നെ പാവപ്പെട്ട 20 കുട്ടികളെയാണ് അവർ കശാപ്പ് ചെയ്തത്. അവർക്കാണെങ്കിൽ ചോദിക്കാനും പറയാനുമില്ല. നേരെ അതേ ആവേശത്തിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തി. കാബൂളിലേക്ക് തിരിച്ചടിയാണ്. 12 പേരെ ശവപ്പറമ്പിലേക്ക് എടുത്തു. കാബൂളിൽ പോയി ആക്രമണം നടത്തി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായിട്ടുള്ള രീതിയിൽ അത് മോഡലിൽ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് വെളുപ്പാങ്കാലത്തുമായിട്ട് പാകിസ്ഥാൻ്റെ അതിശക്തരെന്ന് പറയുന്ന സൈനികർ കാവൽ നിൽക്കുന്ന 7 ചെക്ക് പോസ്റ്റുകൾ, അവിടെ 9 ഭീകര വളർത്തൽ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്, ഭീകര പരിശീലന കേന്ദ്രങ്ങളിലെ. ഇവിടെ 7 അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഇപ്പോൾ താലിബാൻ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന രാഷ്ട്രം തിരിച്ചടിച്ചിരിക്കുന്നു. 12 സൈനികരെ അവിടെ കശാപ്പ് ചെയ്തിരിക്കുന്നു. സൈനികരാ, കുട്ടികളല്ല. പാകിസ്ഥാൻ ചെയ്തത് കുട്ടികളെ കൊല്ലുകയാണ് ചെയ്തത്. ഇവരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി കൊന്നിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരെ തന്നെയാണ്. അവരെ കൊന്ന ആൾക്കാരെ തന്നെ അവർ കൊന്നിരിക്കുന്നു. ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കുന്നുവെന്ന അവകാശവാദവുമായി തോക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഫ്ഗാൻ പട്ടാളക്കാർ, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പട്ടാളമൊന്നും അല്ല, അങ്ങനെയൊന്നുമല്ല, ആ താലിബാൻ്റെ പോരാളികളാണ്. അമേരിക്കക്കെതിരെ പോരാടിയ അതേ പോരാളികൾ തന്നെ വന്ന് ആക്രമിച്ച് നിലം പരിശാക്കിയിരിക്കുന്നു. ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹായമില്ലാതെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട്, അമീർ ഖാൻ മുത്താഖി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പത്രസമ്മേളനമൊക്കെ നടത്തി തിരിച്ചുപോയ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത്ര ശക്തമായിട്ടൊരു പ്രത്യാക്രമണം നടത്താനുള്ള കഴിവ് തങ്ങൾ കൊണ്ടുവന്ന് തെളിയിച്ചിരിക്കുക. അപ്പോൾ പാകിസ്ഥാൻ ഈ അമേരിക്കയുമായിട്ട് ഒത്താശ ചെയ്തതുകൊണ്ടും
അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ശുപാർശ ചെയ്തുകൊണ്ട് ഒരു ഫലവും ഇല്ലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണല്ലോ. അവിടെ പോയി മൃഷ്ടാന്ന ഭോജനം അവരുടെ ഫീൽഡ് മാർഷൽ കഴിച്ചതുകൊണ്ടും കാര്യമായിട്ട് ഒരു പ്രയോജനവും ഇല്ലാന്ന ഫീൽഡ് മാർഷൽ, ലോകത്തിലെ ഏറ്റവും മിടുക്കനായ സൈനിക ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. ഏറ്റെടുത്തതിന് ശേഷം ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ ഒരു 20 വരും. അതെ, ഉന്നം തെറ്റിപ്പോവും. ഈ ഫീൽഡ് മാർഷലിന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ഭീകര താലിബാൻകാരെ ആക്രമിക്കാൻ പോകുന്നത്, തെറ്റി കുട്ടികളുടെ തലയിൽ ചെന്ന് പതിക്കുന്നത്. എന്തൊരു ഉന്നമാണ് അയാൾക്ക്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാവേലെറിഞ്ഞാൽ അതിനേക്കാൾ ഉന്നം കാണും. അതിനേക്കാൾ ഉന്നം തെറ്റിയ ഒരു പട്ടാളം, തല തിരിഞ്ഞ പട്ടാളം. അതാണ് അവരുടെ തലപ്പത്താണ് ഫീൽഡ് മാർഷൽ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പരാജിത രാഷ്ട്രമാണ്. സാമ്പത്തികം മാത്രമല്ല, രാഷ്ട്രീയം മാത്രമല്ല, സൈനികമായിട്ടും പരാജിതമായിട്ടുള്ളൊരു രാഷ്ട്രമായിട്ട് മാറിയിരിക്കുന്നു. ഒരു ഡെഡ് എക്കോണമി എന്ന് പറയുന്നത് ശരിയായിട്ട് ചേരുക പാകിസ്ഥാൻ്റെ തലയിലാണ്. ആ തൊപ്പി അവർക്ക് ചേരുക. ട്രംപ് പറഞ്ഞ ഇതുണ്ടല്ലോ, ഡെഡ് എക്കോണമി, നമ്മുടെ രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്ത ഡെഡ് എക്കോണമി ചേരുക അവർക്ക് തന്നെയാണ്. പാകിസ്ഥാനിനേക്കാൾ കൂടുതൽ ഇസ്ലാമികമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ തൽക്കാലം, ഇനി എന്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല, പാകിസ്ഥാന് മേൽ വലിയൊരു സൈനിക വിജയം കൈവരിച്ചിരിക്കുക. പാകിസ്ഥാൻ്റെ അത്രയും പിന്തുണയോ ഇത്രയും പാരമ്പര്യമോ സൈനികരെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു രസമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഗസയിൽ പുതിയ ഭരണകൂടം വരുമ്പോൾ അവിടുത്തെ സൈനികരെ പരിശീലിപ്പിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാനെയാണ് ട്രംപ് വിശ്വസിച്ചിരിക്കുന്നത്. ഇത്ര പൊട്ടന്മാരായിട്ടുള്ള സൈനികരുള്ള, ഇത്ര ദുർബലമായിട്ടുള്ള ഒരു സൈനിക ഘടനയുള്ള ഒരു രാഷ്ട്രത്തെ ഇത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതിയായിരിക്കും അവിടുത്തെ ഗവൺമെൻറ്റിന് ഈ പലസ്തീൻകാരിൽ നിന്ന്, പലസ്തീനിലെ തന്നെ ഹമാസ് വിഭാഗത്തിൽ നിന്നും ഹെസ്ബുള്ള വിഭാഗത്തിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരിക എന്നുള്ളത് ഇനി കണ്ടറിയണം, ഇവരെയൊക്കെ പരിശീലനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈസ് ഇൻ ഫോർ ട്രബിൾ. ഒരു സംശയം വേണ്ട, പാകിസ്ഥാൻ ഈസ് ഇൻ ഫോർ ട്രബിൾ. ഈ താലിബാനെ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, അമേരിക്ക വരെ പിന്തിരിഞ്ഞോടേണ്ടി വന്ന ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വിഭാഗമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ അവിടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമുള്ള ഒരു വിഭാഗം. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണമെന്ന് തന്നെ അവരുടെ വിചാരധാരകളോ അവരുടെ തത്വശാസ്ത്രങ്ങളോ അവരുടെ മതബോധങ്ങളോ ഒന്നും അല്ല നമ്മൾ നോക്കുന്നു, അതിൻ്റെ ഇടകേറി പരിശോധിക്കുകയല്ല. പക്ഷേ കിട്ടാനുള്ളത് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ധർമ്മബോധനത്തിൻ്റെ വഴിയൊന്നും പോയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. വളരെ നിസ്സാരം. ഇവിടെ അവരുടെ അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ എംബസിയിൽ ഒരു പത്രസമ്മേളനം നടത്തി. ഓരോ രാജ്യത്തിൻ്റെയും എംബസി എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതറിയാൻ വയ്യാത്ത വിവരദോഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ ഒരു പത്രസമ്മേളനം നടത്തി, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ല എന്നാ പറയുന്നത്. അവരുടെ ഇഷ്ടം, അത് അവരുടെ ഇഷ്ടമാണെന്നേ. അവരുടെ രാജ്യത്തിൻ്റെ നയമതാണ് സ്ത്രീകളെ വരണ്ട എന്നുള്ളതാണ്. ഇതിന് അവരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അവർ ഖുർആൻ അതിൻ്റെ പാഠങ്ങൾ അനുസരിച്ചുള്ള ഭരണമാണ് നടത്തുന്നത്, ഭരണഘടന അനുസരിച്ചുള്ള ഭരണമല്ല. ഇത്തരമൊരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാമോ? ഉണ്ടാവും. അവർ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചടി ഉടൻ ഉണ്ടാവും, തിരിച്ചടി നൽകും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും നടന്നില്ല. അപ്പോൾ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ല. ആ പരാജയ തിരിച്ചടിച്ചില്ലെങ്കിലും പറയും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ ഒരു വലിയ അതെ, ഇന്ത്യക്കെതിരെ ഉണ്ടല്ലോ, ഇന്ത്യയെ ഞങ്ങൾ തോപ്പിച്ചു. 6 വിമാനം വെടിവെച്ചിട്ട ശക്തന്മാരല്ലേ ഇന്ത്യയുടെ 6 വിമാനം. അതും ഏതാണ്, റഫാൽ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടത്. എന്തേ നിങ്ങൾക്ക് പറ്റാഞ്ഞ? അവർക്ക് വിമാനവും ഇല്ല, ഒന്നുമില്ല. അവർ വെറും കൈയോടെ അല്ല, തോക്കോടുകൂടി, തോക്കേന്തി ഒരു വിമാനവും ഇല്ലാതെ വന്ന് നിങ്ങളുടെ ചെക്ക് പോസ്റ്റ് വന്ന് ആക്രമിച്ചു. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ. ഞങ്ങളിത് ചെയ്യാതിരിക്കുന്നത് വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാൽ. ഞങ്ങൾക്ക് നൊബേൽ സമ്മാനമൊന്നും വേണ്ട സമാധാനത്തിൻ്റെ, നിങ്ങൾ ശുപാർശ ചെയ്യുകയും വേണ്ട. പക്ഷേ ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനോടെ കളിച്ചാൽ അങ്ങനെ ഇരിക്കില്ല, ഇന്ത്യയോടെ കളിച്ച പോലെ ഇരിക്കില്ല. അതായത് പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയോടെ കളിച്ച പോലെ ആയിരിക്കില്ല അഫ്ഗാനിസ്ഥാനോടെ കളിച്ചാൽ. എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഈ ഇല്ലാത്ത നാശങ്ങളെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യയെ പോലെ ക്ഷമിച്ചിരിക്കുന്ന ആ ഒരു ധർമ്മബോധവും ആ ഒരു സംസ്കാരവും അല്ല താലിബാൻ്റേത്. താലിബാൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഖുർആൻ സംസ്കാരമാണ്. ഖുർആൻ്റെ സംസ്കാരം തന്നെയാണ് അവർ ഉൾക്കൊള്ളുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും പാപമല്ല പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഇതാണ്. സ്ത്രീകളെ ഇവിടെ പ്രവേശിപ്പിക്കരുത് തന്നെയാണ് ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്ന ഒരു കരാർ മാത്രമാണിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മതപണ്ഡിതന്മാർക്ക് അറിയാം. ആ മതപണ്ഡിതന്മാർ അതുകൊണ്ടാണ് ഒരു സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ ഇറക്കി വിടുക, ആര് പറഞ്ഞു ഇവിടെ കയറ്റാൻ അവിടെ ചോദിച്ചത്. അവിടെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഖുർആൻ അനുസരിച്ചുള്ള
അദ്ദേഹത്തിൻ്റെ ആ ബോധ്യം വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. സമസ്തയുടെ നേതാവായിട്ടുള്ള മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ശരിക്കും മതശാസനം അനുസരിച്ചുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഇത് അവിടെ ഇസ്ലാമിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവരെ അഫ്ഗാനിസ്ഥാൻകാരെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, അവരുടെ ദേശകാര്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഉൾക്കൊണ്ട പാഠങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിന് ചുണയുണ്ടോ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതിന് ധൈര്യമുണ്ടോ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ മതബോധനം മതശാസ്ത്രം അനുസരിച്ച് അവർ ചെയ്യുന്നു. അല്ലെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതർ പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം വെല്ലുവിളിക്കുന്നു, പക്ഷെ പറയില്ല, അതിനെ കുറ്റപ്പെടുത്തില്ല, വോട്ട് ബാങ്ക് പോകുമെന്നറിയാം. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇങ്ങനെ കൊണ്ടുവന്ന ഭീരുത്വമാണിത്. നിങ്ങൾ ഏറിനെ അല്ല അടിക്കേണ്ടത്, എറിഞ്ഞവനെയാണ് അടിക്കേണ്ടത്. അതിന് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അതില്ലാതെ ചുമ്മാതെ പാഴ്വാക്കുകൾ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധൈര്യമില്ല. എന്താ അയാളുടെ എംബസി കയറി പെണ്ണുങ്ങളെ വിളിക്കാൻ പറയണമായിരുന്നു? അതാണോ പ്രധാനമന്ത്രിയുടെ ജോലി? അവരുടെ എംബസി, അവരുടെ പത്രസം, നിങ്ങൾക്ക് വിളിച്ചവർ പോയാൽ മതിയെന്നേ, അവർ തീരുമാനിക്കും ആര് വരണമെന്ന്. അതാണ് അവരുടെ നയം. നിങ്ങൾക്കൊന്ന് മാറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ നയം ഒന്ന് മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ കാലത്ത് മാറ്റിയിട്ടില്ലല്ലോ. പിന്നെ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. മതപ്രകടനമാണല്ലോ നിങ്ങളുടെ നയം, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ഇപ്പോൾ മറ്റ് ഇസ്ലാമിൻ്റെ പേരിലുള്ള സംഘടനകൾ സ്ത്രീകളെയൊക്കെ അനുവദിക്കാറുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരുതരം അടവ് നയമാണ്. അതും കൂടെ ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരെണ്ണം നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണകൂടം അവരുടെ അനുഗ്രഹ ആശീസ്സുകളോടെ നമ്മുടെ പമ്പയിൽ നടത്തുകയുണ്ടായി. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൽ നിന്ന് തികച്ചും വേറിട്ട ഒന്നാണത്, വിരുദ്ധമായ ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ട് അതവർ ചെയ്യുന്നു? അതൊരു തരം അടവ് നയമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനാ ജനാധിപത്യവുമായിട്ട് സമരസപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണത്. അതിനെ എതിർക്കാനുള്ള ശക്തി തങ്ങൾക്കില്ല. ശത്രുവിനെ എതിർക്കാൻ ശക്തി പ്രാപിക്കുമ്പോൾ മാത്രം എതിർക്കുകയും തകർക്കുകയും ചെയ്തിട്ട് മതമില്ലാത്ത, വർഗമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അടവ് നയക്കാരെല്ലാം തന്നെ. നമ്മുടെ ലോകത്തിൻ്റെ അന്തരീക്ഷം ഇസ്ലാമിന് അനുകൂലമായിട്ട് വരുമ്പോൾ അവരുടെ രീതിയിലുള്ള ഭരണം, സ്ത്രീകൾക്ക് പൊതുമധ്യത്തിൽ പൊതുമണ്ഡലത്തിൽ പങ്കാളിത്തമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കും. ഇറാനിൽ അതല്ലേ നമ്മൾ കാണുന്നത്? പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ. ഇതൊന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മുടി വളർത്തിയതിനൊരു പെൺകുട്ടി ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്. ഇത് അവരാരും തെറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരുടെ ഹിറ്റ്ലറെ പോലുള്ള ഫാഷിസമല്ല, അവരുടെ മതശാസ്ത്രങ്ങളിൽ നിന്ന് അവർ ഉൾക്കൊള്ളുക. അവിടെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്. തിരുത്തലുകൾ വരുത്താൻ ആരെങ്കിലും തയ്യാറാവുമോ? തിരുത്തലുകൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമോ? പുരോഗമനവാദികൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടോ? അല്ല, എൻ്റെ അറിവുകേട് കൊണ്ടൊരു വിദ്യാർത്ഥിയായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ഈ സംശയം ഒന്ന് നിവാരണം ചെയ്യൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.